ഒന്നുമില്ലടാ, ജസ്റ്റ് ഒന്ന് വീണ, ഒന്ന് പിടിക്കോ, അവിടെ ഇരിക്കട്ടെ. താങ്ക് യു. എന്താ മിസ്സേ പറ്റി? ഇന്നലെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നും പറഞ്ഞിടാ, മോന്റെ എക്സാം സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടായിരുന്നു, അതിന്റെ ഇടയിൽ ഒന്ന് വീണു. ഒന്നാം മോനെ പഠിത്തത്തിന്റെ കാര്യമായിട്ട് ട്യൂഷൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടുകൂടായിരുന്നോ? ട്യൂഷന് പോകുന്നുണ്ടടാ, പക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് അവനെ നടക്കാനും അതുപോലെ തന്നെ നിൽക്കാനും ഒന്നും പറ്റില്ല. അപ്പൊ അവനെ കൊണ്ടാക്കാനും പിടിക്കാനും ഒന്നും സാധിക്കാത്തതുകൊണ്ടേ ട്യൂഷൻ ഇപ്പൊ ക്യാൻസലാ. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ഇതാക്കിയാൽ പോരെ? ഓൺലൈൻ ആൾക്ക് സെറ്റ് ആവോ? അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് 2 സബ്ജക്റ്റിന് ആള് ഫെയിലാടാ. അപ്പൊ എനിക്ക് ടെൻഷൻ ആയിട്ട് പോയി എന്താ ചെയ്യേണ്ടത്. മോന്റെ സ്കൂളിൽ പോയ സമയത്തെ കുറെ കുട്ടികൾ സൈലത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ ഇതും ഓൺലൈനിൽ തന്നെയല്ലേ ക്ലാസ്. പക്ഷെ മറ്റുള്ള ഓൺലൈൻ ക്ലാസ് പോലെയല്ല നമ്മുടെ സൈലത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഇവരെ ക്ലാസ് കൊടുക്കുന്നത് ആപ്പിലൂടെയാണ് നമുക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ 8, 9, 10 പോലെ സൈലം സ്റ്റാർട്ട് ചെയ്തോ? 5, 6, 7 ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 5ാം ക്ലാസ്സിന്റെ പൃഥ്വി ബാച്ച്, 6ാം ക്ലാസ്സിന്റെ വജ്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, മോന് കെയർ ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ശരിയാവുമായിരിക്കും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് 2 സബ്ജക്റ്റിനാ ഫെയില്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആപ്പിലൂടെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ആപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇവർക്ക് മെന്റർഷിപ്പ് ഉണ്ട്. അതായത് ഒരു വർഷം ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാസ് ടീച്ചർ പോലെ കൂടെ നിന്ന് എല്ലാ ഡൗട്ടും പറഞ്ഞു കൊടുക്കും. ഇവർക്ക് യൂഷ്വലി നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും ടീച്ചേഴ്സിന് അവരെ കൂടെ നിൽക്കാൻ സാധിക്കത്തില്ലല്ലോ. അപ്പൊ ഇത് ഒരു കുട്ടിക്ക് ഒരു മെന്റർ എന്ന രീതിയിൽ എന്താ എല്ലാ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ ക്ലാരിഫൈ ചെയ്തു കൊടുക്കും. അത് നല്ല കാര്യാട്ടോ. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കണ്ട. എടാ, ഇത് എല്ലാ സബ്ജക്റ്റിനും ഉണ്ടോ? എല്ലാ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഇവർക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും കോണ്ടന്റ് വീഡിയോ മെന്റർഷിപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഓണപരീക്ഷയോ വെള്ളത്തിലായി ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓണപരീക്ഷയ്ക്ക് നമ്മൾ യൂഷ്വലി എക്സാം റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആപ്പിലേക്ക് വരുന്ന സൈലത്തിലെ ആപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എക്സാമിന്റെ മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ഒരുപാട് ഓരോ ചാപ്റ്റർ റിലേറ്റഡ് എക്സാംസ് നടത്തും, സീരീസ് ഓഫ് എക്സാം നടത്തും. അതുകൊണ്ട് എക്സാമിനെ കുറിച്ചുള്ള പേടി, എക്സാമിന്റെ ആ ഒരു മൊമെന്റിൽ ഇവർക്കുള്ള പേടിയെ ഉണ്ടാകില്ല. അപ്പൊ സെറ്റ്. എന്റെ മോൻ എനിക്കൊന്ന് ചേർത്തനായിരുന്നടാ. ഇതിന് എന്താ റേറ്റ് വരുന്നത്? 999 രൂപ. 999. എന്ത് പറ്റി? മാസം 999 രൂപ അടയ്ക്കണേടാ. ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കാ 999 രൂപ. ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഒരു വർഷത്തേക്ക് വെറും 999. അങ്ങനെയാണെങ്കിൽ കളറാണ്. എനിക്കൊന്ന് മോനെ ജോയിൻ ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം ഉണ്ടോ, ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഇനി അവന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഓണപരീക്ഷ കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല. ഓണപരീക്ഷ വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ലൈവിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രിസ്മസ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ ഇനിയൊരു പ്രശ്നമില്ല കേട്ടോ ജോയിൻ ചെയ്താൽ. അപ്പൊ സമാധാനായി. കാലോ വെള്ളത്തിലായി. മോന്റെ പഠിത്തെങ്കിലും നല്ല രീതിക്ക് നടക്കാമല്ലോ. ഫൗണ്ടേഷൻ സൈലത്തിൽ കിട്ടിയ പിന്നെ എല്ലാം അടിപൊളിയാണ്.